ഹായ്, കുറച്ച് ദിവസത്തെ ബ്രേക്കിന് ശേഷം ഇപ്പോഴാണ് വീഡിയോ ഇടാൻ പറ്റിയത്. ഈ ഒരു പനി വന്ന് ഇപ്പം സൗണ്ടൊന്നും റെഡി ആയിട്ടില്ല. ഇടയ്ക്കൊക്കെ ഇങ്ങനെ പോയി പോകും. പക്ഷേ നമുക്കൊരു ഗോൾ ഉണ്ടായിരുന്നു. ഞാൻ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഈ ജൂണൊക്കെ ആകുമ്പോഴത്തേക്കും ഹാഫ് മന്തിൻ്റെ ഒരു ജേണൽ ഫുൾ ചെയ്ത് തീർക്കണം എന്ന്. ഇപ്പോൾ ഏറെക്കുറെ എന്തായാലും ജേണൽ കഴിയാനായി. ഇനി ആകെ ഒരു 5 പേജും കൂടിയൊക്കെ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ നടുക്കുള്ള ഒരു ദിവസം എൻ്റെ ഫ്രണ്ട് നൂറ ഒരു പേജ് തുടങ്ങിയിട്ടുണ്ട്, മെഹന്തി ഡിസൈൻസിൻ്റെ. അങ്ങനെ ഓളിൻ്റെ പേജുമായിട്ട് കൊളാബ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തു തന്നതാണ് എൻ്റെ കയ്യിലിട്ട മൈലാഞ്ചി. അപ്പം ഞാൻ ഓളെ പേജിൻ്റെ പേര് ഈ സൈഡിലായിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഓൾക്കൊന്ന് കോൺടാക്ട് ചെയ്യോ DM ചെയ്യോ ചെയ്താൽ മതി. ഈ വീഡിയോസ് പലതും പല ദിവസങ്ങളിൽ എടുത്തതാണ്. പനിയായിട്ടും എനിക്കിത് ചെയ്ത് തീർക്കായിട്ട് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ കിട്ടുന്ന സമയത്തൊക്കെ ഞാനിരുന്ന് ഇതൊക്കെ ചെയ്യുന്ന പണിയായിരുന്നു. ഈ വീഡിയോയിൽ എന്തായാലും ഞാൻ കുറച്ച് പേജസ് ആണ് ആഡ് ആക്കിയിട്ടുള്ളൂ. ബാക്കിയുള്ള പേജസിൻ്റെ എന്തായാലും ഫ്ലിപ്പ് ത്രൂ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാമല്ലോ. അല്ലെങ്കിൽ ഫുള്ളും ഞാൻ ഇതിൽ തന്നെ ഇട്ടാൽ നിങ്ങളെല്ലാം കണ്ടുപോകില്ലേ. ഈ വീഡിയോ ഇട്ടതിന് ശേഷം എന്തായാലും ഒരു വീഡിയോയും കൂടെ ജേണൽ ചെയ്യുന്നത് തന്നെ ഇടാം. കാരണം ഒരു 5 പേജും കൂടെ ഇനി ചെയ്ത് തീർക്കാനുണ്ട്. ഒരു 100 ഡേയ്സ് സീരീസ് തുടങ്ങിയിട്ട് അത് അവിടെ നിന്നുപോയി. അതുകൊണ്ട് എന്തായാലും അതൊന്നും കൂടി റീസ്റ്റാർട്ട് ചെയ്യണം. നമ്മളിനി 1K ഫാമിലി ആവാൻ കുറച്ചും കൂടെ ഉള്ളൂ. ഇതുവരെ സപ്പോർട്ട് ചെയ്തേയും കമൻറ്റ് ഇടുന്നതും ലൈക്ക് ഇടുന്നതും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു വീഡിയോയും കൂടെ ഇട്ടിട്ടായിരിക്കും നമ്മളെ മേക്ക് ഓവറിൻ്റെ സെക്കൻഡ് പാർട്ട് ഇടുക. കാരണം അന്ന് ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ ക്യാൻസൽ ആയിപ്പോയി. പിന്നെ ഇപ്പം കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടും ഉണ്ട്. അപ്പം എന്തായാലും അത് ആ വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്താം. എൻ്റെ കുറച്ച് വ്ളോഗ്സൊക്കെ ഞാൻ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. എന്താ ചോദിച്ചാൽ എന്നോട് ചോദിക്കരുത്. ഒക്കെ എനിക്കിങ്ങനെ ഒരു ഇത് വരും സമയത്ത് അത് പോവുകയും ചെയ്യും. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിങ്ങനെ റിഗ്രറ്റ് ചെയ്യും, പോക്കേണ്ടായിരുന്നു എന്ന്. പിന്നെ ഇപ്പോഴത്തെ വീഡിയോസിൽ ഞാൻ കുറച്ചും കൂടി സംസാരിക്കുന്ന മാതിരി എനിക്ക് തോന്നുന്നത്. ഞാനാണെങ്കിൽ കുറേ സംസാരിക്കുന്ന ഒരാളാണ്. അതേമാതിരി നമ്മൾ കോഴിക്കോടൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരു 6 സ്ലാങ്ങിലാണ് സംസാരിക്കുക. അപ്പം ഞാൻ ആദ്യം ചെയ്യുന്ന വീഡിയോസിലൊക്കെ ഞാനൊരു പാവത്താൻ പോലെയാണ് വീഡിയോ ഇങ്ങനെ ചെയ്യലൊക്കെ. വോയിസ് ഓവറൊക്കെ ഞാൻ അങ്ങനെയാണ് കൊടുക്കുക. പക്ഷേ ശരിക്കും ഞാൻ അങ്ങനെയൊന്നും അല്ല. ഞാനാണെങ്കിൽ ഇങ്ങനെ വായടയ്ക്കാണ്ട് ഇങ്ങനെ സംസാരിക്കുന്ന ഒരാളാണ്. പിന്നെ ചിലപ്പോൾ ഇൻട്രോവേർട്ട് ആവും, ചിലപ്പോൾ എക്സ്ട്രോവേർട്ടും ആവും. ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ മാതിരി ഉണ്ടാവും. പിന്നെ സ്റ്റാർട്ടിങ്ങിൽ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്. അത് കഴിഞ്ഞ് കുറച്ചിങ്ങോട്ട് എത്തുന്ന വീഡിയോസിലൊക്കെ ഞാൻ കുറച്ചും കൂടി സംസാരിക്കും. കാരണം എനിക്ക് ഇങ്ങനെ ഒരു ഫ്ലോ കിട്ടുമല്ലോ. മറ്റേ പോലെ സംസാരിച്ചിട്ട് ഞാൻ എൻ്റെ വീഡിയോസ് തന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കാണും. ആ സമയത്ത് എനിക്കിങ്ങനെ ഒരു മാതിരി തോന്നും. പിന്നെ എന്തായാലും എല്ലാവരും വീഡിയോസൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ. ആ സമയത്ത് കാണുന്ന ഒരാൾക്കെങ്കിലും അതിനെപ്പറ്റി ഉപകാരപ്പെട്ടാലോ വിചാരിച്ചിട്ടാണ് ഈ ടൈപ്പ് ഓഫ് വ്ളോഗ്സ് ഇടാന്ന് വിചാരിക്കുന്നത്. ടൈപ്പ് വ്ളോഗ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറയല്ലോ. അപ്പം ഈ ചിലവർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റിയാലോ. അപ്പോൾ എനിക്ക് കൂട്ടിന് ആളെ കിട്ടുമല്ലോ എന്ന് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യാൻ നോക്കും. ഈ 4 ഫ്രണ്ട്സ് ഗ്യാങ്ങിൽ 2 ആയിട്ട് ഫ്രണ്ട്സ് ഉണ്ടാവും. 3 ആൾക്കാരുള്ള ഫ്രണ്ട് ഗ്രൂപ്പ് ആവുന്ന സമയത്ത് അതിലും 2 ഫ്രണ്ട്സും ഒരാൾ എപ്പോഴും ഒറ്റയ്ക്ക് വയ്ക്കും. ഞാൻ ഈ 2 ഗ്രൂപ്പ്സിലും പെട്ടിട്ടുള്ള ആളായിരുന്നു. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് പണ്ടൊന്നും എനിക്ക് വലിയ ഇതൊന്നും ഇല്ലേനു. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ അവർ അവോയ്ഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ട് നമുക്ക് അവിടെ പറ്റുന്നില്ല എന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ തന്നെ മാറിക്കൊടുക്കുക. നമ്മളെ അവോയ്ഡ് ചെയ്ത് അല്ലെങ്കിൽ ഒഴിവാക്കി അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ അതിൽ നൊയ്യാം. പിന്നെ നമ്മളെ അവർക്ക് ആവശ്യമില്ല, മീൻസ് നമ്മളെ ഒരു വൈബല്ല അവർ. ദേ ഡോണ്ട് ഡിസേർവ് യു. ഇംഗ്ലീഷിൽ പറയുന്ന ഇക്കാര്യം കുറച്ച് മലയാളത്തിലേക്കാക്കി പറയുന്ന സമയത്ത് ഇങ്ങനെയാ പറയാം, നിങ്ങളെ ഫ്രണ്ട് ആക്കാൻ അവർക്ക് യോഗ്യതയില്ല. ഇവിടെ നമുക്ക് നമ്മളെ സിറ്റുവേഷൻ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമ്മൾ ഒറ്റയ്ക്ക് നടക്കുകയാണെങ്കിൽ വി ക്യാൻ ചൂസ് അനദർ ഫ്രണ്ട്സ്. ഇത് എല്ലാവർക്കും ഒന്നും സംഭവിക്കുന്ന കാര്യമില്ല. ചിലവർക്ക് ഇതെന്തായാലും സംഭവിച്ചിട്ടുണ്ടാവും, സംഭവിക്കാം. ഈ ജേർണലിങ് ചെയ്യുന്നതിന്റെ എത്രയും ലോങ് വീഡിയോനകത്ത് ഞാൻ എന്താ ഇപ്പൊ സംസാരിക്കുക? പേപ്പർ ഇങ്ങനെ മടക്കുക, പേപ്പർ അങ്ങനെ മടക്കുക, ഇല്ല ഇങ്ങനെ വരയ്ക്കുക, ഇങ്ങനെ പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇങ്ങനെ പറയണോ? നിങ്ങൾക്ക് എന്താ വേണ്ട വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ എനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടം. മീൻസ് ഞാൻ ഈ പറഞ്ഞു തരുന്ന കുറച്ച് കാര്യങ്ങളില്ലേ, എനിക്ക് സംഭവിച്ച അല്ലെങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് കാര്യങ്ങൾ, കുറച്ച് റിലേറ്റബിൾ ആയിട്ടുള്ള. പിന്നെ ഞാൻ വേറെ 2 കാര്യങ്ങൾ പറഞ്ഞു. നമ്മളിപ്പോൾ കുറേ സംസാരിക്കുന്ന ഒരാളാണ്, വലിയ സൗണ്ടിലൊക്കെ സംസാരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആരും അംഗീകരിക്കൊന്നുമില്ല. എന്ന് വെച്ചാൽ വീട്ടിലാണെങ്കിലും ഫ്രണ്ട്സിൻ്റെ ഇടയിലാണെങ്കിലും ഒക്കെ നമ്മളെങ്ങനെ പറയും, നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? ആരും നമ്മളെ അപ്രീഷിയേറ്റ് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അത് വെച്ച് ഞാൻ പറയുന്നത് ഉറക്കനെ സംസാരിക്കുക പബ്ലിക്കായിട്ട് അങ്ങനെയൊന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ സംസാരിക്കേണ്ടടുത്ത് സംസാരിക്കണം. വീട്ടിൽ നിന്ന് തന്നെ നമ്മളെ സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെ ആണെങ്കിൽ ബോധറബോധം. കാരണം ചിലവർ അങ്ങനെയാണ്. ഒരു ഇൻസിഡന്റ് ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് അവിടെ സംസാരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പോകും. ഞാനാണെങ്കിൽ എന്ത് കാര്യം അപ്പം റിയാക്ട് ചെയ്യും.
കാരണം എനിക്കങ്ങനെ പിടിച്ചു നിൽക്കാനോ അല്ലെങ്കിൽ സംസാരിക്കാണ്ടിരിക്കാനോ പറ്റൂല. അതുകൊണ്ട് തന്നെ നമ്മൾ സംസാരിക്കേണ്ടടുത്ത് സംസാരിച്ചില്ലെങ്കിൽ പിന്നെ നമുക്ക് ഒന്നിനും റിയാക്ട് ചെയ്യാൻ പറ്റാണ്ടാവും. എല്ലാം ശാന്തതയോടെ കാണുന്ന ആൾക്കാരോടല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഈ ഒരു 2025 തന്നെ നമ്മൾ കേൾക്കുന്ന പല കാര്യങ്ങളും കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ളതാണ്. പല സ്ഥലത്തൊക്കെ നമ്മൾ റിയാക്ട് ചെയ്യാണ്ടിരിക്കുന്നതിന്റെ പ്രശ്നങ്ങളാണ്. അപ്പോൾ നിങ്ങൾ എന്തിനോട് റിയാക്ട് ചെയ്യുക? നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ സംസാരിക്കുക. ഒരു കാര്യവും ചിന്തിക്കാതെ സംസാരിക്കാനല്ല കേട്ടോ പറയുന്നത്. എല്ലാ കാര്യവും കേട്ട് ചിന്തിച്ച് എന്നിട്ട് സംസാരിക്കാം. ഇനി സെക്കൻഡ് വൺ, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ താല്പര്യം ഉണ്ടെന്ന് വിചാരിക്കാം. തന്നെ പറഞ്ഞല്ലോ, ഇപ്പം എനിക്ക് സംസാരിക്കാനാണ് ഇഷ്ടം. അതേപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ചോയ്സുകളുണ്ട്. ചിലവർക്ക് കോൺഫിഡൻസിന്റെ കുഴപ്പമായിരിക്കും, ചിലവർക്ക് കുറെ ഇൻസെക്യൂരിറ്റീസ് ആയിരിക്കും, ഇലിഞ്ഞിട്ടാ തടിച്ചിട്ടാ അങ്ങനെയൊക്കെ കുറെ. ഇങ്ങനെയൊക്കെ പോയാലും കുറ്റം പറയാൻ കുറേ ആൾക്കാരുണ്ടാവും. നമുക്ക് നമ്മളെ ബോഡിയായിട്ട് ഓക്കെ ആണെങ്കിലും ഈ ചില ആൾക്കാർക്ക് കുറച്ച് കടിയായിരിക്കും. ഈ ചില ആന്റീസൊക്കെ കണ്ടില്ലേ, കുറച്ച് ഭയങ്കര തടിച്ചിട്ട്, പക്ഷേ ഓരെന്താ പക്ക പെർഫെക്റ്റ് ആണോ? കൊളസ്ട്രോൾ, ഡയബറ്റീസ് എന്ന് പറഞ്ഞിട്ട് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവണം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക. ആദ്യമൊക്കെ കോൺഫിഡൻസിന്റെ കുഴപ്പങ്ങളൊക്കെ കാണും, പക്ഷെ പിന്നീട് ആ കോൺഫിഡൻസിൻ്റെത് മാറ്റുക. ആദ്യം തന്നെ നമ്മൾ വലിയ സൂപ്പർ ഹീറോസ് ഒന്നും ആവുന്നു. എന്ത് ചെയ്യാനും പ്രാക്ടീസും വേണം, ചുന്നുള്ള ചിന്തയും വേണം. നാളെ തുടങ്ങാന്ന് വെച്ച് ഇരിക്കുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അപ്പം തന്നെ തുടങ്ങിക്കോളുക. ഒരാൾ ചെയ്യുന്ന വീഡിയോസൊക്കെ കണ്ടിട്ട് ചിലപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യണം ഒക്കെ തോന്നും. ആ സമയത്ത് നമ്മളത് ചെയ്യുക. ആരെന്ത് പ്രശ്നം വിചാരിച്ചാലും അവിടെ ഇരിക്കും. ചിലപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ കോപ്പിയൊക്കെ ചെയ്തിട്ട് ചെയ്യും. ആ സാധനങ്ങൾ പിന്നെ ചേഞ്ച് ആവാൻ തുടങ്ങും. നമുക്ക് സ്വന്തമായിട്ടുള്ള ക്രിയേറ്റീവ് ഐഡിയാസ് ഒക്കെ വന്ന് നമ്മൾ തന്നെ സ്വന്തം മാറിക്കോളും. അത് പറഞ്ഞ് എല്ലാം കോപ്പി കേറ്റ് ആവണം എന്നല്ല ഞാൻ പറയുന്നത്. പണ്ട് നമ്മൾ അക്ഷരമാല എഴുതുന്ന സമയത്തും മേലെ ആ എഴുതിയത് ഇങ്ങനെയാണ് നോക്കിയിട്ടല്ലേ ബാക്കി താഴേക്കുള്ളത് എഴുതി പഠിച്ചത്. അതേപോലെ തന്നെയാണ് എല്ലാം. ചില കാര്യങ്ങൾ നമ്മൾ ചിലവരോട് ഡിസിഷൻസ് ഒക്കെ ചോദിച്ചിട്ട് ചെയ്യും. എന്ത് കാര്യവും അറിയുന്നവരോട് ചോദിക്കാം. അറിയാത്തവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഓർക്ക് അറിയുന്ന എന്തെങ്കിലുമൊക്കെ ഒരു പറഞ്ഞു തരും. ചിലപ്പോൾ അതൊക്കെ വളരെ പൊട്ടത്തരായിരിക്കും. ഈ ചില ആൾക്കാർ ചെയ്യുന്നതൊന്നും പറയുന്നതൊന്നും അങ്ങനെയുള്ള ടീംസും ഉണ്ട് കേട്ടോ. അപ്പം കേൾക്കുന്ന കാര്യങ്ങളും ചിന്തിക്കുന്ന കാര്യങ്ങളും ഒക്കെ ലോജിക്കുള്ളതാണോ നോക്കിയിട്ട് ചെയ്യാം. പിന്നെ നമ്മൾ നാളെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ തന്നെ ഈ ബാർക്ക് ചെയ്യുന്ന ടീംസൊക്കെ കുറച്ചുകൂടി കഴിഞ്ഞാൽ നമ്മൾ ഫാൻസായി മാറും. പിന്നെ നമ്മൾ അവരെ കട്ട ചങ്കായി മാറും. അങ്ങനെയൊക്കെയുള്ള ടീംസും ഉണ്ട് കേട്ടോ. നമുക്ക് ആദ്യമൊന്നും ഒരു സപ്പോർട്ടും കിട്ടൂല ആരടുത്തൊന്നും. അത് പ്രതീക്ഷിച്ചിട്ട് ഇറങ്ങുകയും ചെയ്യണ്ട. പക്ഷെ നേരെ മറിച്ച് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. നമ്മൾ ആദ്യം നമ്മളെ മാത്രം നോക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങുക, ചെയ്യുക, എന്നിട്ട് അതിൻ്റെ സക്സസ് കാണുക. അതിനുശേഷം പറയുന്ന കുറേ ആൾക്കാരും ഉണ്ടാവും. ഇതിലും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവും. ചില കാര്യങ്ങളൊക്കെ നമ്മൾ തുടങ്ങാൻ വളരെ വൈകും. ആ സമയത്ത് ചിലപ്പോൾ നമ്മൾ നാളെ വിചാരിക്കും, അയ്യോ എന്തേ ഞാനിത്ര വൈകിയേ. അതുകൊണ്ട് എന്തായാലും ഇന്ന് തുടങ്ങണം എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ ഇന്ന് തന്നെ തുടങ്ങാം. ഇത്രയൊക്കെ ഉള്ളു. ചില ആൾക്കാർ ഇതൊക്കെ സ്കിപ്പ് ചെയ്ത് പോയിണ്ടാവും, ചില ആൾക്കാർ ഇതൊക്കെ കേട്ടിണ്ടാവും. എന്തായാലും കേട്ടവർക്കും കേൾക്കാത്തവർക്കും വളരെ താങ്ക് യു ഇത്രയും നേരം സഹിച്ചിരുന്നതിന്. പിന്നെ എൻ്റെ ജേണൽ ശരിക്കും എന്ത് ജേണലാന്ന് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ. ജങ്ക് ജേണലാണോ, സ്ക്രാപ്പ് ബുക്കാണോ, അല്ലെങ്കിൽ ആൽബം ആണോ, ഇതെല്ലാം കൂടി കലർന്നൊരു സാധനമാണ്. പിന്നെ പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടിട്ട് ഒരു കാര്യമില്ലല്ലോ. നാളെ ഞാനിത് ചെയ്തതാണ്, എനിക്കിത് അതിനെന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിലല്ലേ ഒരു ഇതുള്ളൂ. വെറുതെ കുറേ പേപ്പേഴ്സൊക്കെ കട്ട് ചെയ്ത് ഇടുന്നതിൽ എനിക്കിഷ്ടമുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഫോട്ടോസൊക്കെ ആഡാക്കി കുറച്ച് ഇൻസിഡൻസിനെ പറ്റിയിട്ടൊക്കെ എഴുതാനാണ്. ഇപ്പം പറയാൻ തോന്നുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട കുറച്ച് കോട്ടുകൾ അങ്ങനെയൊക്കെ എഴുതി വെക്കുമ്പോൾ നാളെ അതൊരു സംഭവമായിട്ട് തോന്നും. വെറുതെ എന്തൊക്കെയോ പേപ്പേഴ്സ് കട്ട് ചെയ്ത് കൂട്ടി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ട് ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. പക്ഷെ നമുക്ക് എന്താണോ ഇഷ്ടം, നമുക്ക് എന്ത് ചെയ്തിട്ടാണോ സമാധാനം തോന്നുന്നത് അത് വെച്ച് ചെയ്തോളാം. പറഞ്ഞ് വീഡിയോ കഴിയാനായില്ലേ. അപ്പോൾ നിങ്ങളെ സജഷൻസ് ഒന്നും അറിയിക്കാൻ മറക്കരുത്. ഈ ഒരു വ്ളോഗ് ഇത്രേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ പറയാം. അപ്പോൾ സബ്സ്ക്രൈബ് ഇട്ടോ.